സങ്കീർത്തനം 16. ദൈവത്തിലുള്ള സംതൃപ്തി. ദൈവമേ, എന്റെ ആശ്രയം അങ്ങയിലായതിനാൽ എന്നെ കാത്തു സൂക്ഷിക്കണമേ. അവിടുത്തെ കൂടാതെ എനിക്ക് മറ്റൊരു നന്മയുമില്ലെന്ന് തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. എന്റെ ജീവിതത്തിന്റെ ഓഹരിയും പാനപാത്രവും അവിടുന്ന് തന്നെയാകട്ടെ. എനിക്ക് ലഭിച്ച ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തനായിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങേ എപ്പോഴും എന്റെ മുൻപിൽ നിർത്തുവാനും അവിടുന്ന് എന്റെ വലത്തുഭാഗത്തുള്ളതിനാൽ കുലുങ്ങിപ്പോകാതിരിക്കുവാനും കൃപ നൽകണമേ. എന്റെ ഹൃദയം സന്തോഷിക്കുവാനും എന്റെ ശരീരം സുരക്ഷിതമായി വസിക്കുവാനും ഇടയാക്കണമേ. അവിടുന്ന് എന്നെ പാതാളത്തിന് വിട്ടുകൊടുക്കാതെ ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ സന്നിധിയിലുള്ള സന്തോഷത്തിന്റെ പൂർണ്ണത ഞാൻ അനുഭവിക്കട്ടെ. അങ്ങയുടെ വലത്തുഭാഗത്തുള്ള നിത്യഭാഗ്യങ്ങൾക്കായി എന്റെ മനസ്സിനെ ഒരുക്കണമേ. എന്റെ ആലോചനക്കാരനായി ഇരുട്ടിലും എന്നെ വഴി നടത്തണമേ. സങ്കീർത്തനം 17. സംരക്ഷണത്തിനായുള്ള യാചന. നീതിമാനായ കർത്താവെ, എന്റെ നിലവിളി കേട്ട് വഞ്ചനയില്ലാത്ത എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. അവിടുത്തെ സന്നിധിയിൽ നിന്ന് എനിക്ക് വിധിയുണ്ടാകുവാനും അങ്ങയുടെ കണ്ണുകൾ നേര് കാണുവാനും ഇടയാകട്ടെ. എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രികാലങ്ങളിൽ എന്നെ സന്ദർശിച്ച് എന്നിൽ തിന്മയില്ലെന്നുറപ്പിക്കണമേ. ലോകമനുഷ്യരുടെ പ്രവൃത്തികളിൽ വീണുപോകാതെ അങ്ങയുടെ വചനത്താൽ എന്നെ കാത്തുകൊള്ളണമേ. എന്റെ പാദങ്ങൾ വഴുതിപ്പോകാതിരിക്കാൻ അങ്ങയുടെ പാതകളിൽ എന്റെ നടപ്പുകളെ ഉറപ്പിക്കണമേ. അങ്ങയിൽ ശരണപ്പെടുന്നവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന അങ്ങയുടെ അത്ഭുതകരമായ കരുണ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറയ്ക്കുകയും എന്നെ വളയുന്ന ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്ന് എന്റെ പ്രാണനെ വിടുവിക്കണമേ. ഞാൻ നീതിയോടെ അങ്ങയുടെ മുഖം കാണുവാനും ഉണരുമ്പോൾ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തനാകുവാനും കൃപ നൽകണമേ. ഐഹികമായ ഓഹരികളിൽ മനസ്സുടക്കാതെ അങ്ങയിൽ മാത്രം എന്റെ സംതൃപ്തി കണ്ടെത്താൻ സഹായിക്കണമേ. അങ്ങയുടെ തിരിഹിതം എന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. സങ്കീർത്തനം 18. കർത്താവ് എന്റെ ബലം. എന്റെ ബലമായ കർത്താവേ, ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അവിടുന്ന് എന്റെ ശൈലവും കോട്ടയും രക്ഷകനുമായി എന്നും കൂടെയുണ്ടാകണമേ. മരണത്തിന്റെ പാശങ്ങൾ എന്നെ വരിഞ്ഞു മുറുക്കുമ്പോൾ എന്റെ കഷ്ടതയിൽ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എന്റെ ശബ്ദം കേട്ട് എന്നെ സഹായിക്കാൻ എഴുന്നള്ളണമേ. ആപത്തുകളുടെ വലിയ വെള്ളങ്ങളിൽ നിന്ന് എന്നെ കൈപിടിച്ചുയർത്തുകയും വിശാലതയിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യണമേ. എന്റെ ദൈവമേ, അവിടുന്ന് എന്റെ വിളക്കിനെ കത്തിച്ച് എന്റെ ജീവിതത്തിലെ ഇരുട്ടിനെ പ്രകാശമാക്കണമേ. അങ്ങയുടെ സഹായത്താൽ ഏതു പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനും ശത്രുമതിലുകളെ ചാടിക്കടക്കുവാനും എനിക്ക് ബലം നൽകണമേ. ദൈവത്തിന്റെ വഴി തികവുള്ളതാകയാൽ അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കാനും അങ്ങേ എന്റെ പരിചയാക്കാനും എന്നെ പഠിപ്പിക്കണമേ. എന്റെ നടപ്പുകളെ മാൻപേടയുടേതുപോലെയാക്കി ഉയരങ്ങളിൽ എന്നെ നിർത്തണമേ. അങ്ങയുടെ രക്ഷയെന്ന പരിചയം എനിക്ക് നൽകി അങ്ങയുടെ സൗമ്യതയാൽ എന്നെ വലിയവനാക്കണമേ. ജീവനുള്ള കർത്താവിനെ എന്നും വാഴ്ത്തുവാനും എന്റെ രക്ഷയുടെ പാറയെ ഉയർത്തുവാനും എനിക്കിടയാകട്ടെ. സങ്കീർത്തനം 19. വചനത്തിന്റെ മഹിമ. ആകാശങ്ങൾ ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നതുപോലെ എന്റെ ജീവിതവും അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കട്ടെ. കർത്താവെ, അങ്ങയുടെ തികവുള്ള ന്യായപ്രമാണത്താൽ എന്റെ പ്രാണനെ തണുപ്പിക്കണമേ. അങ്ങയുടെ വിശ്വസ്തമായ സാക്ഷ്യത്താൽ എന്നെ ജ്ഞാനിയാക്കുകയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കൽപ്പനകൾ നിർമ്മലമാകയാൽ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനം പൊന്നിനേക്കാളും തേനിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കട്ടെ. അടിയന്റെ പിഴകളെ തിരിച്ചറിയാൻ എനിക്ക് കൃപ നൽകി എന്റെ രഹസ്യപാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അഹങ്കാര പാപങ്ങൾ എന്റെ മേൽ അധികാരം നടത്താതിരിക്കാൻ അടിയനെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ പാതയിൽ നടന്ന് ഞാൻ നിഷ്കളങ്കനും മഹാപാപരഹിതനുമായിരിക്കട്ടെ. എന്റെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, എന്റെ വായെ വാക്കുകൾ അങ്ങേക്ക് പ്രസാദകരമാകട്ടെ. എന്റെ ഹൃദയത്തിലെ ധ്യാനം എപ്പോഴും അവിടുത്തെ ഹിതത്തിന് അനുസൃതമായിരിക്കട്ടെ. വചനത്താൽ എന്നെ എന്നും പുതുക്കണമേ. സങ്കീർത്തനം 20. വിജയത്തിനായുള്ള പ്രാർത്ഥന. കഷ്ടകാലത്ത് കർത്താവിനിക്ക് ഉത്തരമരുളുകയും യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം എന്നെ ഉയർത്തുകയും ചെയ്യണമേ. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എനിക്ക് സഹായമയച്ച് സിയോനിൽ നിന്ന് എന്നെ താങ്ങണമേ. എന്റെ വഴിപാടുകളെയും ആരാധനയെയും അവിടുന്ന് പ്രസാദത്തോടെ സ്വീകരിക്കണമേ. എന്റെ ഹൃദയത്തിലെ നീതിയുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് എനിക്ക് നൽകി എന്റെ ആലോചനകളൊക്കെയും സഫലമാക്കണമേ. അങ്ങയുടെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുവാനും ദൈവത്തിന്റെ നാമത്തിൽ എന്റെ കൊടി ഉയർത്തുവാനും ഇടയാകട്ടെ. എന്റെ യാചനകളെല്ലാം കർത്താവ് നിവർത്തിച്ചു തരണമേ. ലോകമനുഷ്യർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞാൻ എന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ മാത്രം ആശ്രയിക്കുന്നു. ശത്രുക്കൾ കുനിഞ്ഞു വീണു പോകുമ്പോൾ അങ്ങയുടെ ബലത്താൽ എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ എന്നെ സഹായിക്കണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന നേരത്ത് എനിക്ക് ഉത്തരമരുളി എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തനെ സഹായിക്കുന്ന വലങ്കൈയുടെ രക്ഷാശക്തി എനിക്ക് തുണയാകട്ടെ.